അനുറാണി എന്തോ ചിന്തിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അയാൾക്ക് തോന്നി അവൾ അമ്മയോടൊത്തുള്ള ഈ വീട്ടിലെ നിമിഷങ്ങൾ ഓർത്തെടുക്കുകയാണെന്ന്. അടുക്കളയിലേക്ക് ചെന്ന് നവമി പാത്രങ്ങൾ കഴുകി വെള്ളം തോരാൻ വച്ചിരുന്ന പ്ലാസ്റ്റിക് കുട്ടയിൽ തിരയുന്നത് കണ്ടപ്പോൾ രാത്രിയിലേക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടുനിന്ന ജഗദമ്മ അവളോട് എന്താണെന്ന് തിരക്കി. ചായ വേണം, അവൾ പറഞ്ഞു. ഈ നേരത്താണോ ഇനി ചായ കുടിക്കുന്നത്? എനിക്കല്ലേ ചേച്ചി, അച്ഛനാ. ആണോ, എന്നാൽ ഞാനിപ്പോൾ ചായ ഇട്ട് തരാം. ജഗദമ്മ ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തിയപ്പോൾ നവമി അവരെ തടഞ്ഞു. ഞാൻ ഇട്ടോളാം ചേച്ചി, ചായപാത്രം എവിടാണെന്ന് പറഞ്ഞു തന്നാൽ മതി. ജഗദമ്മ ചെന്ന് ചായ ഇടുന്ന പാനെടുത്ത് നവമിക്ക് കൊടുത്തു. വെള്ളം പൈപ്പിൽ നിന്നെടുക്കാം, പാല് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. പാല് തിളപ്പിച്ചിട്ട് ചായപ്പൊടി ഇട്ടാൽ മതി, അത് ഞാനിട്ട് തരാം. നവമി വെള്ളം പാനിലൊഴിച്ച് ഗ്യാസ് അടുപ്പിന് മീതെ വയ്ക്കുമ്പോൾ ജഗദമ്മ പറഞ്ഞു. എനിക്കറിയാം ചേച്ചി, ഒരുവിധം എല്ലാ വീട്ടുജോലികളും എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ വന്ന് ചേച്ചിയെ സഹായിച്ചു തരാം എന്ന് പറഞ്ഞത്. ഓ, കറികളൊക്കെ വയ്ക്കാനും അറിയോ? ഇറച്ചിയും മീനുമെല്ലാം ഒരുവിധം തട്ടിക്കൂട്ടും. എന്നാലും ആരും കുറ്റമൊന്നും പറയുകയില്ല. ആ പറച്ചിൽ കേട്ട അറിയാമല്ലോ എല്ലാം വച്ചുണ്ടാക്കാൻ അറിയാമെന്ന്. ജഗദമ്മ ജോലി തുടർന്നുകൊണ്ട് പറഞ്ഞു. നവമി പാകത്തിന് കടുപ്പവും മധുരവും ചേർത്ത ചായ കുടിക്കാൻ പാകത്തിൽ ചൂടാറ്റിയെടുത്തു. പിന്നെ അതവൾ കൊണ്ടുപോയി വിജയകൃഷ്ണന് നൽകി. അയാൾ ഒരു കവിൽ ചായ കുടിച്ചു നോക്കിയിട്ട് അനുറാണിയോട് പറഞ്ഞു. ഒന്നുകിൽ കടുപ്പം കൂടുതൽ, അല്ലെങ്കിൽ മധുരം ഒരു ചാക്ക്. ഇത് രണ്ടും ശരിയായി വന്നാലോ ചായയ്ക്ക് ചൂടും കാണില്ല. അപ്പോൾ ജഗദമ്മയ്ക്ക് അറിയാത്തതല്ല ചായ ഇടാൻ. മനഃപൂർവ്വം ചായയിട്ട് നശിപ്പിച്ചതാ ഇതുവരെ. അയാൾ അവസാന കവളും കുടിച്ച ശേഷം ഗ്ലാസ് ടേബിളിന് മേൽ വെച്ചു. ജഗദമ്മ ചേച്ചിയല്ല അച്ഛാ ചായ ഇട്ടത്, ഞാനാ. അച്ഛൻ്റെ കടുപ്പവും ചൂടുമെന്നും എനിക്കറിയില്ലായിരുന്നു. ഒരു ഊഹം വച്ചങ്ങ് ഇട്ടെന്നേയുള്ളൂ. കൊള്ളാമല്ലോടി, നന്നായിട്ടുണ്ട് മോളെ. അയാളുടെ പ്രശംസ കേട്ട് അഭിമാനത്തോടെ നവമി തൊട്ടടുത്ത് നിന്ന അനുവിനെ നോക്കി. നീ ഇവളെ കൂടെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കണേ മോളെ. അടുപ്പ് കത്തിക്കാൻ പോലും അറിയില്ല ഇവൾക്ക്. വിജയകൃഷ്ണൻ അനുവിനെ നോക്കി പറഞ്ഞു. പോ അച്ഛാ, കളിയാക്കാതെ. അതൊക്കെ എനിക്കറിയാം. അച്ഛൻ എന്ത് വേണേലും ഞാൻ ഒറ്റയ്ക്ക് ആരുടെയും സഹായമില്ലാതെ ഉണ്ടാക്കി തന്നോളാം. പറഞ്ഞോ, എന്താ വേണ്ടത്? നീ പോടി, അച്ഛനെ കൊതിപ്പിക്കാതെ. ആദ്യം നീ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഉണ്ടാക്കിത്താ അച്ഛന്. ചൂടുവെള്ളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയാൻ മതി. അച്ഛാ, അവൾ പിണങ്ങിയിട്ടെന്നോണം മുഖം ചുള്ളിച്ചു. രണ്ടുപേരും കണ്ടോളൂ, ഇന്ന് ഞാൻ അച്ഛന് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടാക്കി തന്ന് അച്ഛനെ ഞാൻ ഞെട്ടിക്കും. എന്നാലേ അച്ഛനൊന്ന് ഫ്രഷായിട്ട് വരാം, എന്നിട്ട് ഞെട്ടിയാൽ പോരെ. അയാൾ കസേരയിൽ നിന്ന് എണീറ്റു. വിജയകൃഷ്ണൻ നടന്ന് തൻ്റെ റൂമിലേക്ക് പോകുന്നത് അവർ നോക്കി നിന്നു. അയാളുടെ റൂമിൻ്റെ വാതിൽ അടഞ്ഞു കഴിഞ്ഞതോടെ നവമി അനുവിനെ നോക്കി തിരക്കി. അമ്മ ഇന്ന് വരില്ലെന്നാണോ അച്ഛൻ പറഞ്ഞത്? ഇന്ന് അമ്മ മുത്തശ്ശിയുടെ വീട്ടിലാണെന്ന്. ഞാൻ കാരണമാണോ മോളെ അമ്മ ഇവിടെ നിന്ന് പോയത്? അവൾ ദയനീയതയോടെ ചോദിച്ചു. ചേച്ചി കാരണമോ? ആര് പറഞ്ഞു ചേച്ചി കാരണമാണെന്ന്? അമ്മയ്ക്ക് പോയി അമ്മയോടൊപ്പം ഒരു രാത്രി നിൽക്കണമെന്ന് തോന്നിയത് എങ്ങനെ ചേച്ചി കാരണമാകും? അമ്മ നാളെ രാവിലെ നേരെ കടപ്പാട്ടൂരിൽ നിന്നും പള്ളിക്കത്തോടിന് പോന്നോളും. ഡ്യൂട്ടി കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്കും വരും. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇനി ഈ സങ്കടം മുഖത്തു നിന്നൊന്ന് മാറ്റിപ്പിടി ചേച്ചി. അവൾ നവമിയുടെ കവിളിൽ ഒരു നുള്ളു കൊടുത്തു. അവൾ തൃപ്തിയോടെ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. രാത്രി ആഹാരമേശക്കരികിൽ വിജയകൃഷ്ണൻ എത്തിയതോടെ അനുറാണിക്കരികിൽ ഇരുന്ന നവമി അവിടെ നിന്ന് എണീറ്റു. രണ്ടുപേരും ഇരുന്നോ, ഞാൻ വിളമ്പിത്തരാമെന്ന്. നവമി തുടച്ച് കമിഴ്ത്തി വച്ചിരുന്ന പ്ലേറ്റ് അവർക്ക് മുമ്പിലേക്ക് വെച്ചു. ചേച്ചിയും ഇരിക്ക്, നമുക്ക് തനിയെ എടുത്ത് കഴിക്കാവുന്നതല്ലേ ഉള്ളൂ. അനു പറഞ്ഞത് കേൾക്കാത്ത ഭാവത്തിൽ നവമി രണ്ടുപേരുടെയും പാത്രത്തിലേക്ക് ചപ്പാത്തി എടുത്തു വെച്ചു. ഒഴിക്കട്ടെ അച്ഛാ. അവൾ നല്ല കൊഴുത്ത പനീർ കറി പ്ലേറ്റിൻ്റെ ഒരു വശത്തേക്ക് കോരി വെച്ചു. പിന്നെ അനുവിനും വിളമ്പിക്കൊടുത്തു. വിജയകൃഷ്ണൻ ഒരു കഷ്ണം ചപ്പാത്തി കീറി കറിയിൽ മുക്കിയെടുത്ത് കഴിച്ച ശേഷം നവമിയെ നോക്കി. അവളുടെ മുഖത്ത് ഒരു കുസൃതി ചിരി അയാൾ കണ്ടു. എന്താ അച്ഛാ ഞാൻ കാണാതെ നിങ്ങൾ രണ്ടും കൂടി ഒരു ഗൂഢ സന്ദേശം കൈമാറുന്നത്? അനുറാണി ഇരുവരെയും മാറി മാറി നോക്കി. നീ കഴിച്ചില്ലല്ലോ മോളെ, കഴിച്ചു നോക്ക്, അയാൾ പറഞ്ഞു. അനുറാണി ആഹാരം കഴിച്ചു നോക്കിയിട്ട് അത്ഭുതത്തോടെ നവമിയെ നോക്കി. അപ്പോൾ ഇതിനായിരുന്നോ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേച്ചി ഇറങ്ങി താഴേക്ക് പോകുന്നത്? സൂപ്പർ കേട്ടോ ചേച്ചി. അവൾ തള്ളവിരലും ചൂണ്ടുവിരലും ചേർത്ത് പിടിച്ച് ഉഗ്രൻ എന്ന് ആംഗ്യം കാട്ടി. അതേ നിമിഷം പുറത്തൊരു ബൈക്ക് വന്ന് ഇരമ്പി നിൽക്കുന്ന ഒച്ച അവർ കേട്ടു. എല്ലാ മുഖങ്ങളിലും ഉണ്ടായിരുന്ന സന്തോഷം പൊടുന്നനെ മാഞ്ഞുപോയി. ബെൽ മുഴങ്ങും മുമ്പേ തന്നെ ജഗദമ്മ ചെന്ന് വാതിൽ തുറന്നു കൊടുത്തു. അവരെ ശ്രദ്ധിക്കാത്ത മട്ടിൽ സന്ദീപ് അകത്തേക്ക് കയറിപ്പോന്നു. അവൻ മുകൾ നിലയിലേക്കുള്ള പടവുകൾ കയറാൻ തുടങ്ങുമ്പോൾ അവിടെ നിന്നിട്ട് ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരിക്കുന്നവരെ നോക്കി. അവസാനം അവൻ്റെ കണ്ണുകൾ വജ്രസൂചികൾ പോലെ നവമിയിൽ ചെന്ന് തറച്ചു. വിജയകൃഷ്ണനും മകനെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. സന്ദീപേ വാ, ഇവിടെ വന്ന് ആഹാരം കഴിച്ചിട്ട് പോ, വിജയകൃഷ്ണൻ പറഞ്ഞു. ഒന്ന് ചിന്തിച്ചു നിന്നിട്ട് സന്ദീപ് നടന്ന് അവർക്കരികിലേക്ക് വന്നു.
അവൻ വരുന്നത് കണ്ട് നവമി അനുവിൻ്റെ അരികിലുണ്ടായിരുന്ന കസേര അവൻ ഇരിക്കാനായി പുറകോട്ട് വലിച്ചു നീക്കിയിട്ടു. സന്ദീപ് പല്ലുകൾ ഞെരിച്ചുകൊണ്ട് ആ കസേര മേശയ്ക്ക് കീഴിലേക്ക് നീക്കിയിട്ടു. ആഘോഷിച്ചോ അച്ഛ, നന്നായി ആഘോഷിച്ചോ. ഞാനതൊന്ന് കാണാൻ വന്നതാ. എവിടെ നിന്നോ അച്ഛൻ ദത്തെടുത്ത് കൊണ്ടുവന്ന ഇവൾക്ക് വേണ്ടി അച്ഛൻ എൻ്റെ അമ്മയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഇവളുമായി സന്തോഷിച്ച് ആഘോഷിക്കുന്നത് എനിക്കൊന്ന് നേരിൽ കാണണമായിരുന്നു. കൊള്ളാം, സമ്മതിച്ചു തന്നേക്കുന്നു അച്ഛനെ. അവൻ അവിടെ നിന്ന് അച്ഛനെ നോക്കി 2 തവണ കൈയടിച്ചു. പിന്നെ തിരിഞ്ഞു നടന്നു പോവാൻ നേരം അനുവിൻ്റെ മുഖത്തേക്ക് നോക്കി. നിന്റെ കൂടി അമ്മയല്ലേടി അത്? എന്നിട്ടാണോടി നീ ഇതിന് കൂട്ടു നിൽക്കുന്നത്? കിട്ടിക്കോളും മോളെ നിനക്കിതിനുള്ള കൂലി. അവൻ കോപത്തോടെ 1 തവണ കൂടി നവമിയെ നോക്കിയിട്ട് തിരിഞ്ഞു നടക്കാൻ നേരം വിജയകൃഷ്ണൻ കസേരയിൽ നിന്ന് എണീറ്റു. അവിടെ നിൽക്കടാ. സിംഹം മുരളും പോലെ അയാൾ മുരണ്ടു. സന്ദീപ് അവിടെ നിന്ന ശേഷം തോളിന് മുകളിലൂടെ തലചിരിച്ച് പിന്നിലേക്ക് നോക്കി. കസേര പിന്നിലേക്ക് നീക്കി മാറ്റിയ ശേഷം വിജയകൃഷ്ണൻ ടേബിളിനരികിൽ നിന്നും നടന്ന് സന്ദീപിൻ്റെ മുൻപിൽ ചെന്ന് നിന്നു. സുമംഗലേ, നിന്റെ അമ്മയെ ഞാൻ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടുവെന്ന് നിന്നോട് പരാതിപ്പെട്ടതാരടാ? അവൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അയാൾ തിരക്കി. സന്ദീപിൻ്റെ മുഖത്ത് അതുവരെ കാണാത്ത ഒരു പരിഹാസഭാവം ഉണ്ടെന്ന് അയാൾക്ക് തോന്നി. തന്നോടുള്ള ഒരു വെല്ലുവിളിയായാണ് അയാൾക്കത് അനുഭവപ്പെട്ടത്. ആര് പറയണമെച്ചാ അതിന് പ്രത്യേകിച്ച് അച്ഛനോട്? അച്ഛൻ അമ്മയെ അടിച്ചിറക്കി വിട്ടതല്ലെങ്കിൽ അച്ഛൻ്റെ മാനസിക പീഡനം സഹിക്കാൻ കഴിയാതെ അമ്മ വീട് വിട്ടു പോയതാകും. അല്ലെങ്കിൽ ഇന്നലെ വരെ ഈ വീട്ടിലുണ്ടായിരുന്ന എൻ്റെ അമ്മ ഇപ്പോൾ എവിടെ പോയി? അതും ഞങ്ങൾ മക്കളോട് ആരോടും പറയാതെ. സന്ദീപിൻ്റെ കണ്ണിൽ നിന്ന് തീ പറക്കുന്നുണ്ടായിരുന്നു. അതൊരു ജ്വാല കണക്കെ ചീറി വന്ന് അയാളെ ചുറ്റിവരിഞ്ഞു. എന്താ അച്ഛന് മറുപടിയില്ലേ? എൻ്റെ അമ്മ ഈ വീട് വിട്ട് ഒരിക്കലും പോയില്ലായിരുന്നച്ചാ. ദേ അവൾ. സന്ദീപ് നവമിക്ക് നേരെ വിരൽ ചൂണ്ടി. അവൾ ഈ വീട്ടിലില്ലായിരുന്നെങ്കിൽ അമ്മ മാത്രമല്ല പ്രവീണയും പോയില്ലായിരുന്നു. ഇനി ഞാൻ മാത്രമല്ലേ അച്ഛൻ്റെ വഴിയിലുള്ള ഏക തടസ്സം. അതും നീങ്ങിക്കിട്ടാൻ പോവുകയാണ് അച്ഛന്. എവിടെ നിന്നോ അച്ഛൻ ദത്തെടുത്ത് കൊണ്ടുവന്ന് കുടിയിരുത്തിയ അവളെ സഹോദരിയായി അംഗീകരിക്കാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ടച്ച. അച്ഛൻ അവൾ മകളായിരിക്കും. പക്ഷേ എനിക്കും പ്രവീണയ്ക്കും അമ്മയ്ക്കും ഒക്കെ ഇവൾ ഈ വീടിൻ്റെ മനസമാധാനം കെടുത്തി കളയാൻ വന്ന മറതയാണ്. അവൾ മൂലം ഇല്ലാതാകുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ കെട്ടുറപ്പാണ്, കുടുംബ ഭദ്രതയാണ്, നമ്മുടെ കുടുംബം തന്നെയാണച്ച. അച്ഛൻ്റെ ഈ ദത്തുപുത്രി മൂലം ഈ കുടുംബം നശിച്ച് നാമാവശേഷമാകും മുമ്പ് ഓരോരുത്തരായി രക്ഷപ്പെട്ടു പോകട്ടെ. ആ തീയിൽപ്പെട്ട അച്ഛൻ കത്തിക്കരിഞ്ഞു പോയാലും അച്ഛൻ ആശ്വസിക്കാം. ഇതുവരെ താൻ തൻ്റെ മക്കളോട് ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ് ഇതെന്നോർത്ത്. ഏതായാലും അച്ഛൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ അനുഭവിക്കാൻ തൽക്കാലം ഞാൻ തയ്യാറല്ല. സന്ദീപ് അയാളുടെ മുൻപിൽ നിന്ന് നടന്ന് മുകൾ നിലയിലുള്ള തൻ്റെ റൂമിലേക്ക് പോയി. എച്ചിൽ കൈ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന വിജയകൃഷ്ണൻ നിസ്സഹായതയോടെ കൈകൾ കുടഞ്ഞു. മുകൾ നിലയിലേക്ക് കയറിപ്പോയ സന്ദീപ് അല്പസമയത്തിനകം തിരികെ വരുമ്പോൾ വിജയകൃഷ്ണൻ ഊണുമേശയുടെ വിളുമ്പിൽ കൈകൊണ്ട് പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. സന്ദീപ് എങ്ങോട്ടോ ഒരു യാത്രയ്ക്കുള്ള മട്ടിലെന്നോണം വരികയായിരുന്നു. ഏട്ടാ, ഈ രാത്രിയിൽ ഏട്ടൻ എങ്ങോട്ട് പോവുകയാണ്? അനുറാണി എഴുന്നേറ്റ് നിന്ന് അവനോട് ചോദിച്ചതും വിജയകൃഷ്ണൻ അവിടെ നിന്ന് കൈയെടുത്ത് വിലക്കി. അവനെ തടയാൻ നിൽക്കണ്ട. എവിടേക്കാണെന്ന് വെച്ചാൽ അവനും പോയിക്കോട്ടെ. അവർക്ക് സുഖവും സന്തോഷവും എവിടെയാണോ അവിടെ പോയി ജീവിച്ചോട്ടെ അവർ. ഈ യുദ്ധവും സമരമുറയുമൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും അത് മാത്രം നടക്കാൻ പോകുന്നില്ലെന്ന് നീ ചെന്ന് നിന്റെ അമ്മയോടും അനിയത്തിയോടും ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. വിജയകൃഷ്ണൻ താനിരുന്ന കസേരയിലേക്ക് തന്നെ വീണ്ടും ഇരുന്നു. അറിയാൻ വെച്ച, ആരൊക്കെ പറഞ്ഞാലും എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അച്ഛൻ ഇവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ പോകുന്നില്ലെന്ന് നന്നായി ഞങ്ങൾക്കറിയാം. അതുകൊണ്ടല്ലേ ഓരോരുത്തരായി അച്ഛൻ്റെ മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളും സ്വമേധയാ ഒഴിവായി തരുന്നത്. അത്രയും പറഞ്ഞ ശേഷം സന്ദീപ് അവിടെ നിന്നിറങ്ങി പുറത്തേക്ക് പോയി. 1 മിനിറ്റ് തികയും മുമ്പേ പുറത്ത് സന്ദീപിൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം അവർ കേട്ടു. പിന്നെ പതിയെ ആ ശബ്ദം അന്തരീക്ഷത്തിൽ നേർത്ത് വന്നുകൊണ്ടിരുന്നു. നിങ്ങളെന്താ ആഹാരം കഴിക്കാതിരിക്കുന്നത്? ആഹാരം കഴിക്കും മക്കളെ. അനുറാണിയും നവമിയും ആഹാരത്തിനു മേൽ വിരൽ കൊണ്ട് കോറിക്കൊണ്ടിരിക്കുന്നത് കണ്ട് വിജയകൃഷ്ണൻ പറഞ്ഞു. അയാളുടെ ആ സംസാരത്തിൽ അല്പം മുമ്പ് അവിടെ എന്തെങ്കിലും നടന്നതായ ഭാവമേ ഇല്ല. അവർ സംശയിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ വിജയകൃഷ്ണൻ വീണ്ടും ആഹാരം കഴിച്ചു തുടങ്ങി. വിജയകൃഷ്ണൻ സംശയിച്ചതുപോലെ നവമി മെല്ലെ ആഹാരത്തിന് മുമ്പിൽ നിന്ന് എണീറ്റു. അതിനുശേഷം താൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേറ്റ് അവൾ കൈകൊണ്ടെടുത്തപ്പോൾ വിജയകൃഷ്ണൻ തടഞ്ഞു. നീ കഴിച്ചു തീർന്നോ മോളെ? അയാൾ ചോദിച്ചു. എനിക്ക് മതിയച്ച. അവൾ നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി അയാളെ നോക്കി. മതിയോ? നിനക്ക് ഒരൊറ്റ ചപ്പാത്തി മതിയായിരുന്നെങ്കിൽ നീ പിന്നെ എന്തിനാടി പ്ലേറ്റിൽ 3 എണ്ണം എടുത്തു വെച്ചത്? ഇങ്ങനെ ആഹാരം വേസ്റ്റാക്കി കളഞ്ഞ് ധാരാളിത്തം കാണിക്കാൻ ഇവിടെ പറ്റില്ല. അതിനു വേണ്ടിയുള്ള വരുമാനമൊന്നും എനിക്കില്ല താനും. അവിടെ ഇരിക്കു നീ. എന്നിട്ട് ആ പ്ലേറ്റിലുള്ള ആഹാരം കഴിച്ചു തീർത്തതിന് ശേഷം എണീറ്റ് പോ. നിനക്ക് 3 ചപ്പാത്തി തിന്നാനുള്ള വിശപ്പുണ്ടായിട്ടല്ലേ
നീ ആ പാത്രത്തിൽ 3 എടുത്തു വെച്ചത്? എന്നിട്ട് ഇത്ര പെട്ടെന്ന് നിന്റെ വിശപ്പ് കെട്ടുപോയോ? അതെന്ത് മാന്ത്രിക വിദ്യയാടി നീ പ്രയോഗിച്ചത്? ഞാൻ പിന്നെ കഴിച്ചോളാം അച്ഛാ. ഇപ്പോൾ വിശക്കുന്നതിന് പിന്നല്ല ആഹാരം കഴിക്കേണ്ടത്, ഇപ്പോഴാ. മനസ്സിലായോ? അവിടെ ഇരിക്ക്, അയാൾ നിർദ്ദേശിച്ചു. എന്നിട്ടും സന്ദേഹത്തോടെ മടിച്ചു നിൽക്കുന്ന നവമിയെ നോക്കി അനുറാണി പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? അവിടെ ഇരിക്ക് ചേച്ചി. ചേച്ചി ആഹാരം വേണ്ടെന്ന് വെച്ച് എണീറ്റ് പോകുന്നത് സന്ദീപേട്ടൻ ഇവിടെ വന്നു നിന്ന് അച്ഛനോട് വഴക്കിട്ടതിൻ്റെ പുറത്താണോ? എങ്കിൽ ആ അച്ഛനല്ലേ ആഹാരം കഴിക്കുന്നത് നിർത്തി ആദ്യം എണീറ്റ് പോവേണ്ടത്? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോളെ, ഈ ഇരിക്കുന്ന 10ാം ക്ലാസ്സുകാരിയുടെ ബുദ്ധി പോലും നിനക്കില്ലാതെ പോയല്ലോടി ഡിഗ്രിക്കാരി. അവിടെ ഇരിക്ക്. അതോ ഇനി ഞാൻ എണീറ്റ് വന്ന് നിന്നെ പിടിച്ചിരുത്തണോ? വിജയകൃഷ്ണൻ അവിടെ നിന്ന് എണീക്കാൻ തുടങ്ങുമ്പോൾ നവമി കസേരയിലേക്കിരുന്നു.